ഹലോ ഫ്രണ്ട്സ്, ന്യൂസ്മാറ്റിക്സ് ആൻഡ് മീയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റിപ്പബ്ലിക് ഇന്ത്യയിൽ 1983 മുതൽ 1993 വരെ മിൻറ്റ് ചെയ്തിട്ടുള്ള അലൂമിനിയം 10 പൈസ നാണയത്തിൻ്റെ വാല്യൂവും മറ്റ് ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ നാണയത്തിൻ്റെ മുൻവശവും പിൻവശവും ഒന്ന് നോക്കി വരാം. അപ്പോൾ ഇതാണ് ഈ നാണയത്തിൻ്റെ മുൻവശം. മുൻവശത്തായി തന്നെ മുകളിൽ പൈസ എന്ന ഹിന്ദി ലെറ്ററിങ്ങും അതിൻ്റെ നാണയത്തിൻ്റെ വാല്യൂ ആയിട്ടുള്ള 10 പൈസ എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ താഴെയാണ് ഈ നാണയം ഇറക്കപ്പെട്ട വർഷം. 1983-നും 93-നും ഇടയിലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു നാണയം 1984-ലാണ്. അതുകൊണ്ട് ഇവിടെ 1984 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ താഴെ ഈ ചെറിയ രീതിയിലുള്ള മാർക്കിംഗ് ആണ് മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 10 പൈസ അലൂമിനിയം നാണയം ഹൈദരാബാദ്, ബോംബെ, കൽക്കട്ട മിൻറ്റുകളിലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ബോംബെ മിൻറ്റ് നാണയമാണ്. അതുകൊണ്ട് ഒരു ഡയമണ്ട് ഷേപ്പ് മിൻറ്റ് മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. മിൻറ്റ് മാർക്കിനെ കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും അടുത്തുനിന്ന് അപ്പോൾ കാണുക. അപ്പോൾ ഇത്രയുമാണ് മുൻവശം ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1.85 ഗ്രാമാണ്. അപ്പോൾ ഇതാണ് ഈ നാണയത്തിൻ്റെ പുറകുവശത്തായി അശോക സ്തംഭം ഉണ്ടാവും. താഴെ സത്യമേവ ജയതേ എന്ന് ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇടതുവശത്തായി ഭാരത് എന്ന ഹിന്ദി ലെറ്ററിങ്ങും അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ഒരു 8 സൈഡഡ് ഷേപ്പാണ്. ഒരു ഫ്ലവർ ഷേപ്പ് നാണയമാണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്ന ഒരു ടൈപ്പ് നാണയമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അടുത്തതായി നമുക്ക് ഈ നാണയത്തിൻ്റെ ന്യൂമിസ്മാറ്റിക് പരമായിട്ടുള്ള വാല്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ 1983 മുതൽ 1993 വരെ വിവിധ മിൻറ്റുകളിലായിട്ട് ഇറങ്ങിയിട്ടുള്ള അലൂമിനിയം 10 പൈസ നാണയം, അതിൽ കോമൺ കാറ്റഗറിയുമുണ്ട്, സ്കാഴ്സ് കാറ്റഗറിയുമുണ്ട്. അപ്പോൾ കോമൺ കാറ്റഗറിയുടെ വില വരുന്നത് ഏകദേശം ഒരു 5 രൂപ മുതൽ 30 രൂപ വരെയാണ്. എന്നാൽ സ്കാഴ്സ് കാറ്റഗറി വരുമ്പോൾ 30 രൂപ മുതൽ 50 രൂപ വരെ വില ലഭിക്കുന്നത് 1985-ലെയും 1986-ലെയും ഹൈദരാബാദ് മിൻറ്റ് നാണയങ്ങളാണ്. പിന്നീട് വരുന്നത് റെയർ കാറ്റഗറിയാണ്. 1990-ലെ ബോംബെ മിൻറ്റ് നാണയത്തിന് ഏകദേശം 500 രൂപ മുതൽ 750 രൂപ വരെ ഇപ്പോൾ വാല്യൂ വരുന്നുണ്ട്. 750 എന്ന് പറയുമ്പോൾ ഒരു UNC കണ്ടീഷന് മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നീടുള്ളത് 1993-ലെ കൽക്കട്ട മിൻറ്റ് നാണയമാണ്. അതിനും ഇതേ വില തന്നെയാണ്. 500 രൂപ മുതൽ 750 രൂപ വരെ ലഭിക്കാവുന്ന ഒരു വാല്യുവബിൾ നാണയമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ന്യൂസ്മാറ്റിക് പരമായി കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.